അവയവ കച്ചവടത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ പ്രതികളുടെ കൂടുതൽ സ്വത്തുക്കൾ ഇ.ഡി. മരവിപ്പിക്കും. നിലവിൽ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള സ്വത്തുവിവരങ്ങളുടെ റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചു. മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് നജീബ് ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. അവയവ കച്ചവടത്തിലെ ഇടനിലക്കാരനായി നിന്ന് നേടിയ പണം കൊണ്ട് മുഹമ്മദ് നജീബ് എന്ന നജീബ് കലക്ടർ കോടികൾ സമ്പാദിക്കുകയും ബാങ്ക് നിക്ഷേപങ്ങൾ നടത്തുകയും ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിരുന്നു. നജീബിന്റെയും അടുത്ത ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇ.ഡി. അന്വേഷണവും. ജൂൺ 18-ന് കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി അടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായിരുന്നു സ്വത്തുക്കൾ മരവിപ്പിച്ചത്. മരവിപ്പിച്ച അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് ഇ.ഡി. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. വ്യാജരേഖകളിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയ സ്വകാര്യ ആശുപത്രികളുടെ സ്വത്തുക്കളും ഇ.ഡി. മരവിപ്പിക്കും. ഇടനിലക്കാർ വഴി ദാതാക്കളെ കണ്ടെത്തിയ ആശുപത്രികൾക്കെതിരെയാണ് നടപടികൾ. ആദ്യഘട്ടത്തിൽ മരവിപ്പിച്ചതിൽ കൂടുതലും ബാങ്ക് അക്കൗണ്ടുകളാണ്. രണ്ടാം ഘട്ടത്തിൽ കേസിൽ ഉൾപ്പെട്ട സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട മറ്റ് സ്വത്തുക്കളും കണ്ടുകിട്ടും. റെയ്ഡ് നടന്ന ആശുപത്രികളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ വിവരങ്ങൾ, രോഗികളിൽ നിന്ന് ഈടാക്കിയ ശസ്ത്രക്രിയാ ചെലവുകൾ എന്നിവ ഇ.ഡി. ശേഖരിച്ചിരുന്നു. ജനം, കൊച്ചി.